തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് കുറ്റപത്രം നൽകി. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയുടെ മുഖത്തടിച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ മെയ്യിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന് ബെയിലിൻ ദാസിനോട് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായാണ് മർദ്ദിച്ചതെന്നാണ് ശ്യാമിലി പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ബെയിലിൻ ദാസിനെ 3 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ആ ഒരു കേസിൽ നാളെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വഞ്ചിയൂർ പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുകയാണ് ബെയിലിൻ ദാസിനെതിരെ. അതിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ നടന്ന സംഭവമാണ്, വലിയ വിവാദമായ സംഭവമാണ്. ഇപ്പോൾ ശ്യാമിലി സ്വന്തമായി ഒരു ഓഫീസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അഭിഭാഷക ഇപ്പോൾ ഓൺ എൻ്റർപ്രണർ എന്നുള്ള രീതിയിലേക്ക്, സ്വന്തമായൊരു ഓഫീസ് എന്നുള്ള നിലയിലേക്കൊക്കെ ശ്യാമിലി മാറിയിരിക്കുന്നു. ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷം അതൊക്കെ ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അന്നും ശ്യാമിലി അറിയിച്ചിരുന്നത്. അതിലിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു വഞ്ചിയൂർ പോലീസ്. ബെയിലിൻ ദാസിനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വകുപ്പുകളാണ് കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളൊക്കെ തന്നെയാണ്. മുഖത്തടിച്ചു എന്നുള്ളതാണ് ശ്യാമിലി നൽകിയ പരാതി എന്നുള്ളത്. അതായത് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നൊരു സാഹചര്യമൊക്കെ ഉടലെടുത്തിരുന്നു. ശ്യാമിലിയെ ബെയിലിൻ ദാസിന് കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അഭിഭാഷക. പിന്നീട് അത് പറഞ്ഞു വിടുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടതിലാണ് ഈ ബെയിലിൻ ദാസ് പ്രകോപിതനായതും പിന്നീട് മർദ്ദിച്ചതും എന്നുള്ളതൊക്കെയാണ് ശ്യാമിലി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്ന് പിന്നീട് ബെയിലിൻ ദാസ് ഒളിവിൽ പോയി. 3 ദിവസത്തിന് ശേഷം അറസ്റ്റ് ചെയ്തു. അത്തരത്തിൽ നടപടികളൊക്കെ തന്നെ കൃത്യമായി സ്വീകരിച്ചു. നിയമ നടപടികളൊക്കെ മുന്നോട്ട് പോയി. ഒടുക്കം വഞ്ചിയൂർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്.